ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഈച്ച് ഡ്രൈവ് വിത്ത് അൻസൽ. ഇന്നൊരു മലയാളം സിനിമയുടെ റിവ്യൂ ആണ്. നെറ്റ്ഫ്ലിക്സിൽ റിലീസ് ചെയ്ത ബിജു മേനോൻ നായകനായി ഷൈൻ ടോം ചാക്കോയും ഡയറക്ടർ റാഫിയും കോട്ടയം നസീറും ഗോകുലനും ഒക്കെ അഭിനയിച്ച റിയാസ് ഷെരീഫ് സംവിധാനം ചെയ്ത തുണ്ട് എന്ന സിനിമയുടെ OTT റിവ്യൂവുമായിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. തുണ്ട് എനിക്ക് തോന്നുന്നു ഡയറക്ടർ ഈ ഡയറക്ടർ ഒന്നുകിൽ തുണ്ട് വെച്ചിട്ടുണ്ടാവാം. ഈ തുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് പോണല്ല ഈ സിനിമയിൽ ഉദ്ദേശിക്കുന്നത്. തുണ്ടെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പരീക്ഷയ്ക്ക് കോപ്പി അടിക്കാൻ യൂസ് ചെയ്യുന്ന ബിറ്റ്, എഴുതി കൊണ്ടുപോകുന്നു അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയും ചെയ്യുന്ന ആ ഒരു തുണ്ട് പേപ്പർ, അതാണ് തുണ്ടെന്ന് പറഞ്ഞ സിനിമയിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഡയറക്ടർ ആ ഒരു ടോപ്പിക്ക് മാത്രമാണ് വളരെ ഇൻട്രസ്റ്റ് കൊടുത്തത്. കാരണം കോപ്പി അടിക്കാനുള്ള പല അടവുകളും പല ടെക്നിക്സുകളും ഒക്കെ പുള്ളി ഈ സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 10-15 മിനിറ്റ് അത്യാവശ്യം, ആദ്യത്തെ ഒരു 10 മിനിറ്റ് 5-10 മിനിറ്റ് കോപ്പിയടി തന്നെയാണ് ഫുള്ള് കാണിക്കുന്നത്. ഇങ്ങനെ എന്തൊക്കെ രീതിയിൽ കോപ്പി അടിക്കുന്നു, ഒരു ക്ലാസ്സിൽ എക്സാമിന് എങ്ങനെയൊക്കെ കോപ്പി അടിക്കുന്നു, എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ കോപ്പി അടിക്കാൻ ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ സിനിമയിൽ കാണിക്കുന്നത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. സത്യം പറഞ്ഞാൽ ഇത്തരത്തിലുള്ളൊരു വീഡിയോ, ഒരു ജാപ്പനീസ് വീഡിയോ, ചൈനീസ് വീഡിയോ കണ്ട് ഫേസ്ബുക്കിൽ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണാറുണ്ട്. ഇടയ്ക്ക് നമുക്ക് റെക്കമെൻഡേഷൻ വരുമ്പോൾ കാണാറുണ്ട്. അത്തരത്തിലുള്ള അതേ വീഡിയോയിലുള്ള കുറേ കാര്യങ്ങളൊക്കെ കാണിച്ച് ഒരു കോപ്പിയടി വീഡിയോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതായിട്ടാണ് കാണുന്നത്. സോ അത് തുടക്കത്തിൽ ബിജു മേനോൻ പോലീസ് ഓഫീസറായിട്ടാണ് കോൺസ്റ്റബിൾ ബേബി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് അത് ഈ കോപ്പിയടി ബിരുദനായിട്ട് കാണിക്കുന്നത്. അപ്പം പുള്ളിയെ സ്കൂളിൽ കോപ്പിയടിക്ക് പിടിക്കുന്നതും ഇത്രയൊക്കെ വേലത്തരം കാണിച്ചിട്ടും അത് പിടിക്കപ്പെടുന്നതും പിന്നെ അതിന് ശേഷം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. കൂടുതലും ഫോക്കസ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത് ഒരു പോലീസുകാർ തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷാണ്. എസ്പെഷ്യലി ഷൈൻ ടോം ചാക്കോയും ബിജു മേനോനും തമ്മിലുള്ളൊരു ഈഗോ ക്ലാഷാണ്. അതിനെ തുടർന്നുണ്ടാകുന്ന കുറേ കാര്യങ്ങളുമാണ് സിനിമയിൽ പ്രധാനമായിട്ടും കാണിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒരു കുറച്ച് കോമഡിയും കാര്യങ്ങളും ഒക്കെ ഇൻക്ലൂഡ് ചെയ്ത് ഒരു ഫുൾ ലെങ്ത് കോമിക് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് മൂവി അല്ലെങ്കിൽ അങ്ങനെ ആക്കി തീർക്കാനാണ് ഈ ഒരു സിനിമ ശ്രമിച്ചിരിക്കുന്നത്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് മൂവി അത്ര വർക്കൗട്ട് ആയിട്ടില്ല. എനിക്ക് പേഴ്സണലി ഫിലിം അത്ര വർക്കൗട്ട് ആയിട്ടില്ല. തുടക്കത്തിൽ കുറച്ചൊക്കെ എൻഗേജിങ് ആയിട്ടൊക്കെ തോന്നി, കുറച്ച് കണ്ടിരിക്കാൻ രസമുണ്ടായിരുന്നു തുടക്കം. പിന്നെ അങ്ങോട്ട് ഭയങ്കര ഒരു ബോറായിട്ട് തോന്നി. അധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാര്യങ്ങളൊന്നും വന്നില്ല. പിന്നെ എൻഡിങ്ങിലും കുറച്ച് എന്താ പറയുക, എക്സ്പെക്റ്റഡ് ആണ് എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള ഒരു ഇത് എക്സ്പെക്റ്റഡ് ആയിട്ടാണ് പടത്തിൻ്റെ എൻഡിലെല്ലാം കാണിക്കുന്നത്. അത്യാവശ്യം ഒരു ചുമ്മാ സമയമുണ്ടെങ്കിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. സത്യം പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് നല്ലൊരു ക്യാരക്ടറായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്, പക്ഷേ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഷൈൻ ടോം ചാക്കോ നല്ലൊരു ആക്ടറാണ്. അദ്ദേഹം എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതിലല്ല, അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസിൽ പലതും നമ്മൾ കണ്ടിട്ടുണ്ട്. പുള്ളിയുടെ സംസാര രീതിയും കാര്യങ്ങളും ഒക്കെ ട്രോളുകൾ വരാറുമുണ്ട്. പക്ഷേ ഹീസ് എ ഗുഡ് ആക്ടർ, ഈസ് എ വെരി ബ്രില്യൻ്റ് ആക്ടറാണ്. പക്ഷേ പുള്ളിയെ യൂസ് ചെയ്തിട്ടേ ഇല്ല. ഈ ഒരു സിനിമയിൽ കുറേ ഇരുന്ന് ചുമ്മാ ആൾക്കാരൊന്ന് നേരെ നോക്കി ഒന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ ബിജു മേനോനെ കാണുമ്പോൾ മാത്രം നേരെ നോക്കിയിരുന്നൊന്ന് ചിരിക്കുക എന്ന് മാത്രമാണ് പുള്ളിയുടെ ക്യാരക്ടറിന് കൊടുത്തിരിക്കുന്ന കാര്യം. എന്നിട്ട് കുറേ ഫോൺ വിളിച്ച് ഓക്കെ ബേബി ആ പരിപാടി ചെയ്യുന്നു, ബേബി ഈ പരിപാടി, ബേബിയെ പൂട്ടാം എന്നൊക്കെ പറയുന്നതല്ലാതെ വേറെ ഒരു ഗുണവും ഒരു ക്യാരക്ടറും ഒരു കാര്യവും ഇല്ല. സത്യം പറഞ്ഞാൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് സിനിമയിൽ വേറെ റോളൊന്നും ഇല്ല. ഗോകുലനും അതുപോലെ, ഗൂഗിളിന് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള സിനിമകൾ വെച്ച് നോക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് പുള്ളി കിട്ടിയിരിക്കുന്നത്. ആദ്യം ഒരു കുറച്ച് സെൻറ്റിമെൻ്റലായിട്ടുള്ളൊരു സീനും അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന കുറച്ച് അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ് ഗൂഗിളിന് കിട്ടിയിരിക്കുന്നത്. പിന്നെ അതിനകത്തുണ്ടാകുന്ന ഇൻസിഡൻസും കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ഫണ്ണിയാണ്, ചിലതൊക്കെ ഫണ്ണിയായിട്ട് തോന്നി. പക്ഷേ ചിലതും അത് നോർമലി എനിക്ക് തോന്നില്ല. എന്തൊക്കെയോ കാണിച്ചു കൂട്ടിയതുപോലെയാണ് എനിക്ക് പടം കണ്ടപ്പോൾ ഫീൽ ചെയ്തത്. വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല സത്യം പറഞ്ഞാൽ. ചുമ്മാ കണ്ടുകൊണ്ടിരിക്കാം. സമയമുണ്ടെങ്കിൽ ഒരു 2-2.5 മണിക്കൂർ സമയമുണ്ടെങ്കിൽ ചുമ്മാ ഇരുന്ന് സിനിമ കാണാൻ പറ്റുന്ന ഒരു സിനിമ. അത്രയും മാത്രം നോക്കി കണ്ടാൽ മതി തുണ്ട് എന്ന് പറയുന്ന സിനിമയ്ക്ക്. ബിജു മേനോനും പ്രത്യേകിച്ച് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. അഭിനയ പ്രാധാന്യമുള്ള റോളൊന്നുമില്ല, ചുമ്മാ ഒന്ന് നിന്ന് കൊടുത്താൽ മാത്രം മതി, അത്രയേ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ലായിരുന്നു. എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞാൽ അയ്യപ്പനും കോശിക്ക് ശേഷം നല്ലൊരു സിനിമ ബിജു മേനോൻ്റെ വന്നിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മുന്നേയും എനിക്ക് തോന്നുന്നു നമ്മുടെ
അത്യാവശ്യം വന്ന വെള്ളിമൂങ്ങയ്ക്ക് ശേഷം കോമിക് തരത്തിലുള്ളൊരു ക്യാരക്ടർ ഒന്നും ആക്ച്വലി ബിജു മേനോൻ അത്ര എറിച്ചിട്ടില്ല. അത്ര നല്ലൊരു ക്യാരക്ടർ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സിനിമകളോ കാര്യങ്ങളൊന്നും അധികം വന്നിട്ടില്ല. അപ്പം ഇനി നല്ല സിനിമകൾ എനിക്ക് തോന്നുന്നു ബിജു മേനോൻ്റെ കുറേ സിനിമകൾ വരാൻ കിടക്കുന്നുണ്ട്. ഒരു പോലീസ് സ്റ്റോറി ആണെന്ന് തോന്നുന്നു വരുന്നത്. അപ്പം നല്ല സിനിമകൾ ബിജു മേനോനിൽ നിന്ന് വരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ജസ്റ്റ് ചുമ്മാ ഒന്ന് കണ്ടിരുന്ന് സമയമുണ്ടെങ്കിൽ കാണാൻ പറ്റുന്നൊരു സിനിമയാണ് തുണ്ട്. അത്രയും മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.